മറ്റൊരു വാർത്തയിലേക്ക്. തൊടുപുഴയിൽ ഒറ്റയാൾ സമരം ചെയ്യുന്ന അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് തഹസീൽദാരുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. അമ്മിണിയമ്മയുടെ സമരം 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഈ വീട്ടമ്മയുടെ സമരം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ തഹസീൽദാർ ഏത് രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത്? ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ. തൊടുപുഴയിൽ ഈ പട്ടയത്തിനായുള്ള 73കാരുടെ സമരം ഫലം കണ്ടു എന്ന് വേണം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ അടക്കം ഈ സമരം വലിയ രീതിയിൽ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരുന്നു. ഏതായാലും തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അമ്മിണിയമ്മ പട്ടയത്തിന് അർഹതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രേഖകൾ പരിശോധിച്ച ഉടൻ പട്ടയം നൽകാനും ഉത്തരവിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 40 വർഷമായാണ് ഈ ഭൂമിയിൽ താമസിക്കുന്നതിനാൽ പട്ടയത്തിന് അർഹതയുണ്ടെന്ന് തന്നെ കാണിച്ച് തഹസിൽദാർ കൃത്യമായ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ അമ്മിണിയമ്മയുടെ ഒരു നിലപാടനുസരിച്ച് പട്ടയം കയ്യിൽ കിട്ടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഒരു നിലപാട് അമ്മിണിയമ്മ എടുത്തിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ നവകേരള സദസ്സിലും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും ഈ പരിഹാരമാകാത്തതിലാണ് ഈ 73കാരി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഈ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. ഈ 1975 മുതൽ ഈ കളിയന്താനി പാത്തിക്കപ്പാറ ഭാഗത്താണ് സർക്കാർ തരിശു ഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചു വരുന്നവരാണ് ഈ അമ്മിണിയമ്മ അടക്കം. ആദ്യം 10 സെന്റ് ഉണ്ടായിരുന്നു, പിന്നെ അത് 4 സെന്റായി ചുരുങ്ങി. ബാക്കി സ്ഥലം അയൽപക്കത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥ കൈകാര്യം അമ്മിണിയമ്മ ഇന്നലെ അടക്കം നമ്മളോട് സംസാരിച്ചിരുന്നു. ഏതായാലും 1995 വെള്ളിയാമ്പറ്റം പഞ്ചായത്തിൽ നിന്നും ഒരു ചെറിയ വീടും ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വൈദ്യുതി കണക്ഷനും അമ്മിണിയമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. റേഷൻ കാർഡും ഈ സ്ഥലത്ത് അമ്മിണിയമ്മയ്ക്കുണ്ട്. എന്നാൽ വസ്തുവിന് പട്ടയം നൽകാനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടതോടെയാണ് അമ്മിണിയമ്മ ഇന്നലെ ഈ തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരമായി എത്തിയത്. ഏതായാലും ഇപ്പോൾ കൃത്യമായ ഒരു വിവരം തന്നെയാണ് തഹസിൽദാർ ഈ പട്ടയം ലഭിക്കാനുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് തഹസിൽദാർ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പട്ടയം കയ്യിൽ കിട്ടാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഈ 71കാരിയായ അമ്മിണിയമ്മ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ബിനീഷ്, പട്ടയത്തിന് വേണ്ടിയുള്ള അമ്മിണിയമ്മയുടെ സമരം വിജയം കാണുകയാണ്. പട്ടയത്തിന് അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് തഹസീൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി പങ്കുവച്ചത്.